കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ മലയാളി ഏറ്റവും അധികം വായിച്ചിട്ടുള്ള നോവലുകളിലൊന്നാണ് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഈ 2024 ഒരു വലിയ പ്രത്യേകതയുണ്ട്. മുകുന്ദൻ മയ്യഴിപ്പുഴ പ്രസിദ്ധീകരിച്ചിട്ട് 50 വർഷം, അരനൂറ്റാണ്ട് തികയുന്ന വർഷമാണിത്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ 50-ാം വാർഷികമാണിത്. യഥാർത്ഥത്തിൽ 1972 നവംബർ 5 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് അത് സീരിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. ആ വഴിക്ക് നോക്കിയാൽ 2024 മയ്യഴിപ്പുഴയ്ക്ക് 52 വയസ്സാകുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. മുകുന്ദൻ്റെ ഒട്ടേറെ നോവലുകളും ചെറുകഥകളും ഉണ്ടെങ്കിലും എം മുകുന്ദൻ എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആദ്യ നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആണ്. അത് മയ്യഴിയുടെ കഥയാണ്, ദാസന്റെ കഥയാണ്, കുറമ്പി അമ്മയുടെ കഥയാണ്, മയ്യഴിയിലെ ഫ്രഞ്ച് കൊളോണിയൽ ജീവിതത്തിൻ്റെ കഥയാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നോവലുകളിലൊന്നായി ഇന്നും മലയാളത്തിലെ ആധുനികതാ സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകകളിലൊന്നായി ഇന്നും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിലനിൽക്കുന്നു. കേരളത്തിന് അകത്തുള്ള ഒരു പഴയ ഫ്രഞ്ച് കോളനിയാണ് മയ്യഴി, അല്ലെങ്കിൽ മാഹി എന്ന് മലയാളികൾ വിളിക്കുന്ന മയ്യി. MAHE എന്ന ഇംഗ്ലീഷ് സ്പെല്ലിംഗ്, ഈയുടെ മുകളിൽ ഒരു ചരിഞ്ഞ വര കൂടിയുണ്ട്. അങ്ങനെയാണ് ഫ്രഞ്ചിൽ അത് എഴുതുക. ഫ്രഞ്ചിൽ മയ്യി എന്നാണ് പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിൽ വായിച്ച് നമ്മൾ അതിനെ മാഹിയാക്കിയെന്നേ ഉള്ളൂ. പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ട് മയ്യഴി ഇന്നും കേരളത്തിനകത്ത് നിൽക്കുന്നു. പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് മയ്യഴി. ഇന്ത്യയിലെ കൊളോണിയൽ ഭരണവുമായി മയ്യഴിക്കുള്ള ബന്ധം. ഇന്ത്യയിൽ പല കൊളോണിയൽ ശക്തികൾ യൂറോപ്പിൽ നിന്ന് വന്ന് ഭരിച്ചിട്ടുണ്ട്. ആദ്യം വാസ്കോഡ ഗാമ വഴി പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡെൻമാർക്കുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഒടുവിൽ ബ്രിട്ടീഷുകാരും അവരെ തുടർന്ന് ഫ്രഞ്ചുകാരും വന്നു. എല്ലാവരും വന്നെങ്കിലും ബ്രിട്ടീഷുകാർക്കാണ് ഇന്ത്യയിൽ ഒരു മഹാസാമ്രാജ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ചെറിയ കോളനികൾ ഉണ്ടാക്കിയത് ഫ്രഞ്ചുകാരും ഡെൻമാർക്കുകാരുമാണ്. ഡെൻമാർക്ക് ഒരു ചെറിയ കോളനി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. തമിഴ്നാട്ടിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള തരംഗമ്പാടി അല്ലെങ്കിൽ ട്രാൻകിബാർ. അവിടെ ഇന്നും അതിൻ്റെ ഒരു ചെറിയ കോട്ടയും ഒരു പ്രിന്റിംഗ് മ്യൂസിയവും ഒക്കെ അവിടെ ഉണ്ട്. പല ആളുകൾക്കും ഡെൻമാർക്കിന് ഇന്ത്യയിൽ ഒരു കോളനി ഉണ്ടായിരുന്നു എന്ന് തന്നെ അറിയാൻ വയ്യ. ഫ്രഞ്ചുകാരുടെ കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, കേരളത്തിലെ മാഹി, ആന്ധ്രാപ്രദേശിലെ യാനം, തമിഴ്നാട്ടിലെ കാരയ്ക്കൽ, ബംഗാളിലെ ചന്ദ്രനഗർ എന്നിവയായിരുന്നു. ഈ ചെറിയ ചെറിയ പോക്കറ്റുകളിൽ മാത്രമായിട്ടാണ് ഫ്രഞ്ച് കോളനി ഭരണം ഒതുങ്ങി നിന്നത്. കേരളത്തിലുണ്ടായിരുന്ന ഫ്രഞ്ച് കോളനി പ്രദേശമാണ് മയ്യഴി. തലശ്ശേരിക്ക് അടുത്തുള്ള കണ്ണൂർ ജില്ലയിൽപ്പെടുന്ന ഈ പ്രദേശത്തിൽ 2 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. പോണ്ടിച്ചേരി നിയമസഭയുടെ ഭാഗമാണ്. 1721 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മയ്യഴിയിലെത്തിയത്. 1722 അവർ വടകര വാഴുന്നൂർ എന്ന ദേശവാഴിയിൽ നിന്ന് അവിടെ ഒരു പാണ്ഡകശാല സ്ഥാപിക്കാൻ, ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് അനുവാദം വാങ്ങും. അങ്ങനെ കുരുമുളകും മറ്റ് സാധനങ്ങളും ഒക്കെ വാങ്ങി കച്ചവടം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. പതുക്കെ പതുക്കെ മയ്യഴിയുടെ ഭരണം ഫ്രഞ്ചുകാരുടെ കൈവശം ആയിത്തീരുന്നു. യൂറോപ്പിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തലശ്ശേരിയിലെ ഇംഗ്ലീഷുകാരും മയ്യഴിയിലെ ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധം നടക്കും. ഇംഗ്ലീഷുകാർ പോയി മയ്യഴി പിടിച്ചെടുക്കും. ഇങ്ങനെ പലതവണ അധികാരം കൈമാറിയെങ്കിലും 1854 മുതൽ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം മുതൽ അത് ഫ്രഞ്ച് കോളനിയായി. പിൽക്കാലത്ത് 1958 ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞ് ഒരു പതിറ്റാണ്ട് കൂടി കഴിഞ്ഞ് 1958 സ്വാതന്ത്ര്യ സമര സേനാനികൾ മയ്യഴിയെ നിർബന്ധപൂർവ്വം വിമോചിപ്പിച്ചതുവരെ ഫ്രഞ്ച് ഭരണം, ഫ്രഞ്ച് പതാക മയ്യഴിയിൽ പാറിക്കളിച്ചു. അവിടെ ജനിച്ചു വളർന്ന നോവലിസ്റ്റാണ് എം മുകുന്ദൻ. അദ്ദേഹം ഫ്രഞ്ച് മീഡിയത്തിലാണ് പഠിച്ചത്. ഫ്രഞ്ച് പൗരത്വമുള്ള ഒട്ടേറെ ആളുകൾ മയ്യഴിയിലുണ്ടായിരുന്നു. ഇന്ന് അവരെല്ലാവരും അവശേഷിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. മറ്റ് കോളനി ശക്തികളിൽ വിരുദ്ധമായി ഫ്രാൻസിൻ്റെ ഒരു പ്രത്യേകത, ഫ്രാൻസ് കോളനിയാക്കിയിട്ടുള്ള പ്രദേശങ്ങളെയെല്ലാം ഫ്രഞ്ച് സാമ്രാജ്യത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളായി അംഗീകരിക്കുന്ന പതിവ് അവർക്കുണ്ട്. അതോടുകൂടി ആ കോളനിയിലുള്ളവർ അവിടുത്തെ പൗരരായി ഫ്രാൻസിൻ്റെ പൗരന്മാരായി മാറും. ഫ്രാൻസിൽ വോട്ടവകാശമൊക്കെ അവർക്കുണ്ടാവും. മയ്യഴിയിലും ഫ്രാൻസിലെ ഇലക്ഷൻ നടക്കുമ്പോൾ പോളിംഗ് ബൂത്ത് സ്ഥാപിക്കുന്ന പരിപാടി മുമ്പ് ഉണ്ടായിരുന്നു. കാലമെല്ലാം മാറിയിരിക്കുന്നു. പക്ഷേ ആ ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ ഈ വലിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തിനിടയിൽ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് പ്രദേശത്തിൻ്റെ ചരിത്രം ആവിഷ്കരിച്ചുകൊണ്ട്, അവിടുത്തെ മനുഷ്യ ജീവിതത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രം പറഞ്ഞുകൊണ്ട് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ഭൂതകാലത്തിൻ്റെ ചരിത്രസാക്ഷ്യമായ ഒരു ലൈറ്റ് ഹൗസ് പോലെ. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ
ദാസന്റെ കഥയാണ്. ദാമുറൈറ്റർ എന്ന പാവം മനുഷ്യന്റെ പാവം പിടിച്ച മകനായിരുന്നു ദാസൻ. ദാസൻ 10ാം തരത്തിന് തുല്യമായ ഫ്രഞ്ച് പരീക്ഷ ജയിച്ചിട്ട് മേൽ ജോലികൾ കിട്ടണമെങ്കിൽ ബ്രെവോ എന്ന പരീക്ഷ പാസ്സാവണം. അത് പഠിക്കണമെങ്കിൽ പോണ്ടിച്ചേരിക്ക് പോകണം. അങ്ങനെ പോണ്ടിച്ചേരിയിൽ ബ്രെവോ എന്ന് പറഞ്ഞ പരീക്ഷ പഠിക്കാനായി പോകുന്നു. ദാസൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുമെന്നാണ് ദാമുറൈറ്റരും അദ്ദേഹത്തിൻ്റെ അമ്മയായ കുറമ്പി അമ്മയും ദാമുറൈറ്ററുടെ ഭാര്യയും ഒക്കെ വിചാരിച്ചത്. പക്ഷേ ദാസൻ മടങ്ങി വന്നത് ഫ്രഞ്ചുകാരുടെ കോളനി ഭരണത്തിൽ നിന്ന് മയ്യഴി വിമോചിപ്പിക്കാൻ നടക്കുന്ന വിമോചന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ഒരാളായ തൻ്റെ മയ്യഴിയിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ ചന്ദ്രി എന്നൊരു പെൺകുട്ടിയുമായി പ്രണയബന്ധത്തിൽ ആകുന്നു. പതുക്കെ പതുക്കെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. ദാസനിൽ ഒരുപാട് പരിവർത്തനങ്ങൾ വരുന്നു. ദാസൻ തൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ പതുക്കെ വിടുതൽ നേടുകയും തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയും താൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന തത്വചിന്താപരമായ ഒരുതരം മനോഭാവത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ചന്ദ്രിയുടെ വിവാഹം കൂടി കഴിയുന്നതോടുകൂടി ദാസൻ്റെ തകർച്ച പൂർത്തിയാവുന്നു. അപ്പോഴേക്കും മയ്യഴി സ്വതന്ത്രമായി കഴിഞ്ഞിരുന്നു. മയ്യഴിയുടെ സ്വാതന്ത്ര്യമോ ലോകത്തിന് വരുന്ന മാറ്റമോ ഒന്നും ദാസനെ ബാധിച്ചതേയില്ല. സ്വന്തം ഏകാന്തതയിൽ തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് സ്വയം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി അയാൾ മാറുന്നു. പക്ഷേ ദാസൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയാശയം വിജയത്തിൽ എത്തിച്ചേർന്നിരുന്നു. മയ്യഴി സ്വതന്ത്രമായി. മയ്യഴിയിലെ പൗരന്മാരിൽ പലരും ഫ്രഞ്ചുകാർ പോകുന്നതിൽ ദുഃഖിക്കുന്നു. അങ്ങനെ ഫ്രഞ്ചുകാരെ കയറ്റിയ കപ്പൽ മയ്യഴി വിട്ട് പോകുന്നു. ആ സമയത്ത് ദാസൻ വെള്ളിയാങ്കല്ലിലെ തുമ്പികളിൽ ഒരാളായി മാറി എന്ന് പറഞ്ഞ് മുകുന്ദൻ നോവൽ അവസാനിപ്പിക്കുന്നു. വെള്ളിയാങ്കല്ല് മയ്യഴിയിൽ നിന്ന് അകലെ കടലിൽ കാണാവുന്ന ഒരു പാറക്കെട്ടാണ്. ആ മരിച്ചവരുടെ ആത്മാക്കൾ തുമ്പികളായി വെള്ളിയാങ്കലിലേക്ക് പറക്കുന്നു എന്ന പ്രാദേശിക ഐതിഹ്യം കൂടി ഈ നോവലിലുണ്ട്. അങ്ങനെ വെള്ളിയാങ്കലിൻ്റെ തുമ്പികളിൽ ഒന്നായി മാറിയ ദാസൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും വ്യസനങ്ങളുടെയും ഏകാന്തതയുടെയും പ്രേമത്തിൻ്റെയും ഒക്കെ ആത്മാന്വേഷണത്തിൻ്റെയും ഒക്കെ കഥയാണ് അസാധാരണത്വമുള്ള മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ. ഈ നോവൽ ഒരേ സമയം കേരളത്തിലെ തദ്ദേശീയ പ്രാദേശിക ജീവിതത്തിൻ്റെ കഥയാണ്, കേരളത്തിലെ കോളനി ഭരണത്തിൻ്റെ കഥയാണ്, സങ്കരവർഗക്കാരുടെ കഥയാണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് നടന്ന വൈരുദ്ധ്യങ്ങളുടെ കഥയാണ്. ഇങ്ങനെ പലതരം തലങ്ങളിൽ വായിക്കാവുന്ന നോവലാണ് മുകുന്ദൻ എഴുതിയത്. മുകുന്ദൻ വളരെ ചെറുപ്പമായിരുന്ന കാലത്താണ് എഴുതിയത് എങ്കിലും പിന്നീട് ആ നോവലിൻ്റെ 2ാം ഭാഗം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മയ്യഴിയുടെ പിൽക്കാല ജീവിതം ചിത്രീകരിക്കുന്ന ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവലിലും ഇതേ തീവ്രതയോടുകൂടി തൻ്റെ ഭൂതകാല അനുഭവങ്ങളും ദേശാനുഭവവും മുൻനിർത്തി എഴുതാൻ മുകുന്ദന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വർഷം കേരളത്തിന് പുറത്ത് ഡൽഹിയിൽ ഫ്രഞ്ച് എംബസിയിൽ ജോലി ചെയ്ത ആളാണ് മുകുന്ദൻ. എങ്കിലും അദ്ദേഹം എഴുതിയ എല്ലാ കഥകളിലും തൻ്റെ മയ്യഴി എന്ന് പറഞ്ഞ ആ ഗ്രാമപ്രദേശം, ആ തനി കേരളീയത നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷവും അവിടുത്തെ സാധാരണ ജനങ്ങളുമാണ് മുകുന്ദൻ കഥാപാത്രങ്ങളായിട്ടും പശ്ചാത്തലമായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രഞ്ച് കൊളോണിയൽ വാഴ്ച നിലനിന്നിരുന്ന മയ്യഴിയുടെ ഭൂതകാലമാണ് ഈ നോവലിൽ മുകുന്ദൻ അവതരിപ്പിക്കുന്നത്. കോളനി ഭരണത്തെ കുറിച്ച് നേരിട്ട് സംസാരിക്കുന്ന നോവലുകളുടെ എണ്ണം വളരെ കുറച്ചേ ഉള്ളൂ മലയാളത്തിൽ. കോളനി കാലഘട്ടത്തിൽ നടക്കുന്ന കഥകളുണ്ട്. എന്നാൽ കോളനി ഭരണം തന്നെ പ്രധാന പ്രമേയമായി തീരുന്ന അപൂർവ നോവലുകളിലൊന്നാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഈ ഫ്രഞ്ച് കോളനി ഭരണം എങ്ങനെയാണ് മയ്യഴിയുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക തരംഗങ്ങളും രാഷ്ട്രീയ തരംഗങ്ങളും സൃഷ്ടിക്കുന്നത് എന്ന് ഈ നോവൽ വളരെ വിശദമായി തന്നെ വായനക്കാരെ മനസ്സിലാക്കിക്കുന്നു. നോവലിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. വെള്ളക്കാവരുടെ കപ്പൽ വന്നോ എന്നൊരു ചോദ്യമാണ്. അതായത് മയ്യഴി വിമോചന പ്രസ്ഥാനം മയ്യഴിയെ മോചിപ്പിക്കുന്നു, ഫ്രഞ്ചുകാരെല്ലാവരും ഒഴിഞ്ഞു പോകുന്നു. അത് വലിയൊരു കൾച്ചർ ഷോക്ക് അവിടുത്തെ തദ്ദേശീയ സമൂഹത്തിലുണ്ടാക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഫ്രാൻസിലേക്ക് പോകണം, ഫ്രഞ്ച് പൗരന്മാരാകണം എന്ന് വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന കൊളോണിയൽ ജനതയാണ് അവിടെ ഉള്ളവർ. പക്ഷേ വെള്ളക്കാരുടെ കപ്പൽ വന്നു, അത് വെള്ളക്കാരെയും കയറ്റി മടങ്ങിപ്പോയി. നാട്ടുകാരെ ആരെയും കൊണ്ടുപോയില്ല. ഫ്രാൻസ് എന്ന വിദൂര സ്വപ്നത്തിൻ്റെ ഓർമ്മയുമായി അവർ ജീവിക്കുന്നു. വിമോചകരുടെ മറുവശത്താണ് ഈ കൊളോണിയൽ അടിമത്തം മനസ്സിൽ ബാധിച്ച മനുഷ്യരുള്ളത്. ഈ 2 തരം മനുഷ്യരെയും ഒരുപോലെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നോവലിൻ്റെ ആഖ്യാനം മുന്നോട്ട് നീങ്ങുന്നത്. ഈ നോവലിലെ ഏറ്റവും അവിസ്മരണീയ കഥാപാത്രം, അതിലെ നായക കഥാപാത്രം ദാസനൊപ്പം നിൽക്കുന്നത് ദാസന്റെ അമ്മൂമ്മയായ കുറമ്പി അമ്മയാണ്. ഈ കുറമ്പി അമ്മയാണ് യഥാർത്ഥത്തിൽ നോവലിലെ ആഖ്യാതാവ്. കുറമ്പി അമ്മ പൊടി വലിച്ചുകൊണ്ട് മയ്യഴിയുടെ ഭൂതകാലം ഓർക്കുന്നു. കുറമ്പി അമ്മയുടെ സുഹൃത്തായ ലെസ്ലി സായിവ് എന്ന സങ്കരവർഗക്കാരനായ വീഞ്ഞു കച്ചവടക്കാരനെ ഓർക്കുന്നു. ഈ കുറമ്പി അമ്മയുടെ ഓർമ്മകളിലൂടെ മയ്യഴിയുടെ ഭൂതകാലവും സമകാലിക സംഭവങ്ങളും മുഴുവൻ നോവലിലേക്ക് കൊണ്ടുവരികയാണ് ആഖ്യാനത്തിൽ
മുകുന്ദൻ ചെയ്യുന്ന വിശേഷമായ പ്രത്യേകത. അതിലൂടെ ഈ കോളനി ഭരണം എങ്ങനെയാണ് ഒരു ഇന്ത്യൻ പ്രദേശത്ത് വ്യത്യസ്തങ്ങളായ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നോവലിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാം. ദാസൻ്റെ അസ്തിത്വ പ്രശ്നങ്ങളുടെയും ദാസൻ്റെ ഏകാന്തതയുടെയും ദുഃഖത്തിൻ്റെയും കഥയായാണ് ഒരു കാലത്ത് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ കേരളത്തിൽ വായിക്കപ്പെട്ടത്. എന്നാൽ അങ്ങനെയല്ല. പുതിയ കാലത്തെ വായനകളിൽ ഈ നോവൽ കോളനി വാഴ്ച എങ്ങനെയാണ് ഒരു ജനതയുടെ കർത്തൃത്വത്തിൽ, ആ ജനതയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളും വൈരുദ്ധ്യങ്ങളും ആഘാതങ്ങളും സൃഷ്ടിച്ചത് എന്ന് വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ പ്രത്യേകത. അതിലൂടെയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് നോവൽ ഇപ്പോഴും അതിജീവിക്കുന്നത്. ഇതിൻ്റെ പുതിയ വായനകളിൽ മയ്യഴിയിൽ നമ്മൾ ദാസനെ മാത്രമല്ല കാണുന്നത്, മറിച്ച് കോളനി വാഴ്ച നടന്ന ഒരു പ്രദേശത്തെ, ആ കോളനി വാഴ്ചയുടെ ആഘാതം എത്രത്തോളം ആ ജനതയുടെ കർത്തൃത്വത്തെ മാറ്റിമറിക്കുന്നു, അവരുടെ ജീവിതത്തിൽ സങ്കീർണതകളും വൈരുദ്ധ്യങ്ങളും സൃഷ്ടിക്കുന്നു എന്ന് ഈ നോവൽ വ്യക്തമാക്കുന്നു. വെള്ളക്കാരുടെ കപ്പൽ പോയി എങ്കിലും വെള്ളക്കാരുടെ കപ്പൽ അവശേഷിപ്പിച്ച സാംസ്കാരികമായ ചിഹ്നങ്ങളും അതിൻ്റെ പ്രതിസന്ധികളുമെല്ലാം ആ ഭൂമികയിൽ നിലനിൽക്കുന്നു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വായനക്കാരിൽ ഇന്നും ചലനം സൃഷ്ടിക്കുന്നതിന് കാരണം ആ ഭൂതകാലത്തിലെ അനുഭവങ്ങളെ അത് വളരെ വിശ്വസ്തമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. മുകുന്ദൻ്റെ കഥനശൈലിയുടെ പ്രത്യേകത തദ്ദേശീയതയെ ഉൾക്കൊണ്ട് തന്നെ ആ കൊളോണിയലിസത്തിൻ്റെ സംഘർഷങ്ങളെ ആവിഷ്കരിക്കാനുള്ള ശേഷി, ഇതെല്ലാം ഈ നോവലിൽ ഒത്തുചേർന്നു വരുന്നു. അതാണ് മലയാള നോവലിലെ ക്ലാസിക്കുകളിൽ ഒന്നായി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ ഇന്നും നിലനിർത്തുന്നതും ഈ അരനൂറ്റാണ്ട് കാലമായിട്ടും ആ നോവൽ നിത്യമായ തിളക്കത്തോടെ മലയാളിയുടെ പ്രിയപ്പെട്ട വായനാ വസ്തുവായി മാറിയിരിക്കുന്നത്.